12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഭദ്രാണോ? അതിന് മാത്രമേ എന്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാര് തോക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാര് തോക്കും. പിണറായി വിജയന്റെ അത് ആവശ്യത്തിന് കിട്ടിയ പണി എന്നല്ലാതെ എന്ത് പറയാനാണല്ലേ. വി ഡി സതീശൻ മന്ത്രിയാണെന്നാ ചോദിക്കുന്നത് തോൽക്കാൻ. എന്തായാലും കറക്റ്റ് കണക്കും പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് കേരളം അങ്ങ് തൂക്കിയിട്ടുണ്ട് UDF. ഇനി അവരുടെ ഭരണമാണ്. ഭരണത്തിലേറുന്നതിന് മുൻപ് വി ഡി സതീശനും UDF ഒക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏകദേശം 4.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോഴും നിലവിൽ സാമ്പത്തികമായിട്ട് KSRTC അത്ര ഉയർത്തിട്ടൊന്നല്ല നിൽക്കുന്നത്. നഷ്ടം ഒരുപാടുണ്ട്. 1580 കോടി രൂപയോളം നഷ്ടത്തിലാണ്, കടത്തിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ വനിതകൾക്കും സൗജന്യമായ KSRTC യാത്ര കൊടുക്കാൻ പോകുന്നത് UDF പറഞ്ഞ വാഗ്ദാനമാണ്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ബസ്സിൽ അനുവദിക്കുന്നു എന്നുള്ളത്. നമുക്കൊന്ന് പരിശോധിക്കാം. കർണാടകയിലെ ഒരു KSRTC ഡ്രൈവർ പറയുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കൂ. അതിനുശേഷം കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഖജനാവിലെ പണവും മറ്റുള്ള കടങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ KSRTC ബസ്സാണിത്. ഈ ബസ്സില് എല്ലാവർക്കും സൗജന്യമാണോ? അതാ സ്ത്രീകൾക്ക് മാത്രം ടൗൺ ബസ് ആവട്ടെ, ലൈൻ ബസ് ആവട്ടെ, ഏത് ബസ് വേണമെങ്കിലും എവിടെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണാടകയിൽ ആധാർ കാർഡ് വേണം. അവർ ഇവിടുത്തെ താമസമായിരിക്കണം. കർണാടകയിൽ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും അവർ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ആൾ കർണാടക എവിടെ പോയാലും ഓക്കെ. അപ്പൊ കർണാടകയിൽ എവിടെ യാത്ര ചെയ്യണമെങ്കിലും കർണാടകയിലുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. കോൺഗ്രസ് കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവര് നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലേക്ക് ഒന്ന് കൂപ്പ് കുത്താനുണ്ട്. കേരളത്തിലെ അവസ്ഥ നോക്കാം. 2026 കണക്കനുസരിച്ചിട്ട് KSRTCയുടെ ശരാശരി പ്രതിദിന വരുമാനം ഏകദേശം 7 കോടി മുതൽ 8.5 crore വരെയാണ് എന്നുള്ളതാണ്. ആകെ യാത്രക്കാരിൽ 40 മുതൽ 45 വരെ സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര കൊടുക്കണമെന്നുണ്ടെങ്കിൽ 40% സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഫണ്ട് അങ്ങ് കട്ടായി പോവേ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ പ്രതിദിനം ഏകദേശം 3 കോടി മുതൽ 3.5 കോടി രൂപ വരെ വരുമാനത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പ്രതിമാസം ഏകദേശം 90 കോടി മുതൽ 100 കോടി രൂപ വരെ സർക്കാരിന് അധിക ബാധ്യത വരും. നിലവിൽ 1500 ചില്ലറ കോടി രൂപ കടത്തിലാണ് KSRTC ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് UDF നടപ്പിലാക്കിയാൽ മറ്റുള്ള വഴികൾ അവർ തേടേണ്ടി വരും. അങ്ങനെ മറ്റുള്ള വഴികൾ തേടിക്കൊണ്ട് 5 വർഷം ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവർക്ക് നൽകാൻ കഴിഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റ് മാത്രം മതി UDFന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ. LDF BJP കുറച്ച് മുക്കറ ഇടേണ്ടി വരും. ഒരു തർക്കമുള്ള കാര്യത്തിൽ വേണ്ട. കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. സാങ്കേതികമായി സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹി, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് KSRTCക്ക് വരുന്ന നഷ്ടം സർക്കാർ നേരിട്ട് നൽകുന്നതിലൂടെയാണ്. കേരളം നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഇത്രയും വലിയ തുക സബ്സിഡിയായി നൽകുന്നത് പ്രായോഗികമായി പ്രയാസകരമാണ് എന്നാണ് പറയുന്നത്. ഇത് ഓടിക്കാൻ വേണ്ടി മറ്റുള്ള വഴികൾ, അതായത് മദ്യത്തിന് മുകളിലുള്ള ടാക്സും കാര്യങ്ങളും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ പോലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരും. സ്വയം എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതൊക്കെ തരണം ചെയ്താൽ UDF ഞാൻ പറഞ്ഞില്ല പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. ഡൽഹിയിലും കർണാടകയിലും ശക്തി എന്നാണ് കേട്ടോ ഈ ഒരു പദ്ധതിയുടെ പേര്. ഇനി പെൻഷനും ശമ്പളവും ഇതുകൂടി ഒന്ന് പരിശോധിക്കാനുണ്ട്. നിലവിൽ തന്നെ ശമ്പളത്തിനും പെൻഷനും സർക്കാർ സഹായം തേടുന്ന KSRTCക്ക് ഈ പദ്ധതി വരുമാനത്തെ കൂടുതൽ ദോഷകരമായി ബാധിച്ചേക്കും. ഈ പദ്ധതി വന്നാൽ പെൻഷൻ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുറെ കുടിശ്ശികയുണ്ട്. അതൊക്കെ എന്തായാലും UDFന്റെ തലയിലേക്ക് LDF കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ഈ വർഷം തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭരണം മാറിയല്ലോ. സ്വകാര്യ ബസ്സുകൾ. കേരളത്തിലെ യാത്രാ സൗകര്യത്തിന്റെ വലിയൊരു ഭാഗം സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ്. KSRTCയിൽ മാത്രം സൗജന്യമാക്കിയാൽ അത് വലിയ തിരക്കിനും സർവീസുകളും തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകും. 1500 ബസ്സുകളാണ് കർണാടകയിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അധികമായിട്ട് അവർ ഇറക്കേണ്ടി വന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ KSRTC നഷ്ടത്തിലാകും. അപ്പൊ അധിക ബസ്സുകൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ലാഭകരമാക്കണമെങ്കിൽ
സോളാർ വാഹനങ്ങൾ, ബാറ്ററിക്ക് ഓടിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വെക്കേണ്ടി വരും. എല്ലാ വാഹനങ്ങളിലും ഇത് നടപ്പിലാക്കിയാലും പണി കിട്ടും, നല്ല പണി കിട്ടും. കർണാടകയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് 60% ഉണ്ടായിരുന്ന സ്ത്രീ തിരക്ക് ബസ്സിൽ 98% വർദ്ധിക്കേണ്ടായത്. അതുകൊണ്ടൊക്കെ തന്നെ അവർ 1500 ബസ്സുകൾ നിരത്തിൽ ഇറക്കി എന്നുള്ളതാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. തമിഴ്നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 0 ടിക്കറ്റ് പദ്ധതി പ്രകാരം എല്ലാ സാധാരണ ഗവൺമെന്റ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേക ബസ്സുകൾക്ക് പകരം സാധാരണ ബസ്സുകളെ ഈ പദ്ധതിക്കായി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. സാധാരണ എല്ലാ ബസ്സുകളും അവർ ഇതിനുവേണ്ടി ഉപയോഗിച്ചു. 0 ടിക്കറ്റ് എന്ന പദ്ധതിയാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് കാർഡോ കാര്യങ്ങളൊന്നും ഇല്ലൊന്നുണ്ട്. ഡൽഹിയിൽ പിങ്ക് കാർഡ് അങ്ങനെ എന്തോ അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് കർണാടകയിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആ ബസ് ഡ്രൈവർ പറയുന്നുണ്ടെന്ന് കേൾക്കാം. അപ്പൊ ഇവിടെ ബസ് ചാർജ് അങ്ങനെ, അപ്പൊ ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ ഒക്കെ കറണ്ടും ഫ്രീ ആണ് ഇവിടെ. ഫുള്ള് ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു മാസം 200 യൂണിറ്റ് വരെ ഫ്രീ ആണ് എല്ലാ വീടുകളും. കടകൾക്ക് ഇല്ല അതൊന്നുമില്ല. കമേഴ്സ്യൽ വേറെയാണ്. ഓക്കെ വീടുകൾ കടകളും കമ്പനി വേറെയാണ്. ഓക്കെ. അതിന് സാധാരണ ബില്ലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാത്രം 200 യൂണിറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ മിനിമം ചാർജ് എടുക്കും. നമ്മൾ സാധാ വീട്ടുകാർ 200 യൂണിറ്റ് ഉപയോഗിക്കോ? ഇല്ല അത്ര ഉപയോഗിക്കില്ല. ഇപ്പൊ തികച്ചും ഫ്രീ ആണ്. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോ ഈ കോൺഗ്രസ് സർക്കാർ വന്നിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനായിട്ട് കുറെ ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ നാട്ടിന് വലിയ ഗുണമൊന്നും കാണത്തില്ല, ഉള്ള പൈസ ഒക്കെ ഇതില് പോകുന്നൊക്കെ പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അത് കിട്ടുന്ന ടാക്സ് കൊണ്ട് അവരുടെ പൈസ അവർക്ക് വേണ്ടി ചെലവാക്കുന്നു. അത് നല്ല കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ വന്നിട്ട് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പല വണ്ടികൾക്കും നമ്പർ പ്ലേറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല. അപ്പൊ റാഷ് ഡ്രൈവിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. കേരളത്തിൽ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പിടിക്കുന്ന രീതിയൊന്നുമില്ല. ഇല്ല. അപ്പൊ ആൾക്കാർ ഇവിടെ ഹെൽമെറ്റ് അങ്ങനെ റൂൾസ് ആയിട്ട് ഇടുന്ന കാര്യമായിട്ട് ഇടുന്ന ഒരു ഇതൊന്നുമില്ല. അപ്പൊ ട്രിപ്പിൾ റൈഡും പോകും, ഹെൽമെറ്റ് ഇടുന്നും പോകും, എല്ലാം ചെയ്യും. ടൗണിനുള്ളിൽ മാത്രമാണ് നമ്മുടെ സിറ്റി, മൈസൂർ സിറ്റിന്റെ അകത്ത് അങ്ങനെയുള്ള ഭാഗത്ത് മാത്രമാണ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ AI ക്യാമറ ഉണ്ടോ? ആയിട്ടില്ല, ഇനി അത് ആയിട്ടില്ല. അത്രയും ഡെവലപ്പ് ആയിട്ടില്ല ഇവിടെ. ക്യാമറ പെറ്റിയൊന്നും ആർക്കും വന്നു തുടങ്ങിയിട്ടില്ല. എവിടെ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പെറ്റിയൊന്നും ഇതുവരെ അങ്ങനെ ആർക്കും വന്നിട്ടില്ല. പോലീസ് നേരിട്ട് പിടിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അത്രേ ഉള്ളൂ. അപ്പൊ കർണാടകത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ വലിയ പിടുത്തൊന്നുമില്ല എന്നാ പറയുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല തോന്നുന്നു. കേരളത്തിൽ ഖജനാവിലേക്ക് പൈസ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോലീസിനെ തന്നെയാണ്. അതായത് സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, സ്റ്റിക്കറുകൾ, മോഡിഫിക്കേഷൻ എല്ലാം പിടിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ UDF പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അപകടമല്ലാത്ത രീതിയിലുള്ള ഏത് മോഡിഫിക്കേഷനും അനുവദിക്കും എന്ന് പറഞ്ഞാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫണ്ട് ശേഖരണം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പോലീസുകാർ പണിയെടുത്തേ ഒക്കൂ ഈ ഒരു ഫണ്ട് കൊടുക്കണമെങ്കിൽ. അത് നഗ്നമായ ഒരു സത്യമാണ് എന്നുള്ളതാണ്. അവർ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണോ യാത്രക്കാരുടെ കയ്യിൽ നിന്നും ഫൈൻ ഈടാക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഖജനാവിൽ ഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഒരു വാഗ്ദാനം കൂടി കേൾക്കണം. ആരാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഈ നാട്ടിലെ പെൻഷൻ 3000 വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ പെൻഷനും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്ന പറയാം. നമുക്കത് നോക്കാം. എന്തായാലും 2026 ബജറ്റ് വിവരങ്ങളും സാമ്പത്തിക റിപ്പോർട്ടും വെച്ച് നമുക്ക് നോക്കാം. ഈ വർഷത്തെ ബജറ്റ് പ്രകാരം കേരളത്തിന്റെ മൊത്തം ചിലവ് ഏകദേശം 2.17 ലക്ഷം കോടി രൂപയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾക്കായിട്ട് മാത്രം ഏകദേശം 14,500 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട്. ഇനി ഖജനാവിന്റെ അവസ്ഥയും കൂടി ഒന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ആകെ കടം ഏകദേശം 4 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. പ്രതിവർഷം വലിയൊരു തുക ഇതിന്റെ പലിശ ഇനത്തിൽ തന്നെ ഖജനാവിൽ നിന്ന് പോകുന്നുണ്ട്. അടിപൊളി. അടുത്തത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധി GDPയുടെ 3%ഓളാണ് തോന്നുന്നു. ഇതിന്റെ മുകളിലേക്ക് കടമെടുക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നിലവിലുള്ള പെൻഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി 2500, 2600 ഒക്കെയാണ് പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് കൊടുക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരും. സഹകരണ ബാങ്കിൽ നിന്ന് നിലവിൽ കടമെടുത്തിട്ട് കൊടുത്തിരുന്ന ഈ പദ്ധതിയിലേക്ക് പുതിയത് വല്ലതും ആവിഷ്കരിക്കേണ്ടി വരും എന്നുള്ളതാണ്. UDF അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ കുറഞ്ഞ് 2500 രൂപയായി വർദ്ധിക്കുമെന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ 1600 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാസങ്ങളോളം നീളുന്ന കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശികകൾ അധികാരമേറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്നും പ്രധാന വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് കുടിശ്ശിക ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നിലവിൽ തന്നെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുമാനം കൊണ്ട് പോലും നിലവിലെ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ തുക വർദ്ധിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കുന്നുള്ളത്. പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരുന്നത് തോന്നുന്നത്. ഇനി പ്രധാനമായിട്ട് മറ്റൊരു വാഗ്ദാനം കൂടി UDF കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഓക്കെ, സാമ്പത്തികമായിട്ട് ഫണ്ട് കണ്ടെത്താൻ പല മാർഗങ്ങളും കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. VD സതീശൻ ദീർഘകാല വീക്ഷണമുള്ളൊരു നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും ഒരു പ്ലാന് മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, സാമ്പത്തികമായിട്ട് തന്നെ ഒരു വലിയ കടം ഇപ്പോൾ സർക്കാരിനുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയുന്നുള്ളതാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടമ്മമാർക്ക്, കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് മാസം തോറും നിശ്ചിത എമൗണ്ട് ബാങ്കിൽ ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭം നടത്തും എന്നും കൂടി UDF പറഞ്ഞിട്ടായിരുന്നു. ഇതൊരു വലിയ വാഗ്ദാനം തന്നെയാണ് അല്ലെ. ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ടുള്ളത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. BPL ഉള്ള ആളുകളുണ്ട്. അവർക്ക് 1000-2000 രൂപ ഒക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും? വലിയ വലിയ ടാസ്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ UDFിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ ചില ആളുകൾ പറയും പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആകും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അതൊക്കെ ചിലപ്പോൾ അങ്ങ് ആയി പോവാൻ സാധ്യതയുണ്ട്. ഇനി ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഊർജം, ഇതാണ് ഊർജം. ആരാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷത്തിന്റെ വായ്പ കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത്? ആരാ വയറ്റിൽ കത്രിക വെച്ച് മറന്നത്? ആരാ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത്? ആരാ സ്വർണം ചെമ്പാക്കി മാറ്റിയത്? ആരാ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നത്? ആരാ ഗുണ്ടാരാജിന് നേതൃത്വം നൽകുന്നത്? ആരാ അഴിമതി നടത്തി നാടിനെ വെറുപ്പിക്കുന്നത്? ആരാ സംശയം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുന്നത്? അത്തരം അഹങ്കാരത്തെ ഇനി കോതമംഗലം വെച്ചു മുറിപ്പിക്കരുത്. ഇത് തിരിച്ചു പിടിക്കണം. ഇതായിരുന്നു അവരുടെ പ്രധാന ആയുധങ്ങൾ എന്നുള്ളതാണ്. ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് LDFിനെ തൂത്തുവാരി എന്നുള്ളതാണ്. ദീർഘകാല വീക്ഷണം അത് ഉള്ളത് നല്ലതാണ്. VD സതീശന്റെ ആ ഒരു വീക്ഷണം ഒരു പക്ഷേ നമ്മളൊക്കെ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറയില്ലേ, ചാണക്യൻ എന്ന് പറഞ്ഞാൽ പോലെ അതിന് മുകളിലേക്ക് എന്തെങ്കിലും പറയേണ്ടി വരും. അമ്മാതിരി മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ഉപകാരമാവുകയും ഈ ഭരണം തുടർന്ന് പോവുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ UDFിനെ കൊണ്ട് കഴിയുമോ? വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.